മിസൈൽ പ്രതിരോധ കവചങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലൂടെ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു പുതിയ യുദ്ധതന്ത്രത്തിലേക്ക് മാറുകയാണ്. തന്ത്രപ്രധാനമായ അമേരിക്കൻ റഡാർ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിലെ വെളിപ്പെടുത്തൽ മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നതാണ്. വെറുമൊരു പ്രാദേശിക ഏറ്റുമുട്ടലിനപ്പുറം ആഗോള പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് ജോർദാൻ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലാണ് നാശനഷ്ടങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ റഡാർ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും പോലുള്ള ഭീഷണികളെ നേരത്തെ തിരിച്ചറിയുകയും അവയെ തടയാനുപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്ക് നിർണായകമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നതിനാൽ ഇവയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പ്രാദേശിക വ്യോമ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കമായിരിക്കാമെന്ന് വിശകലനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ജോർദാനിലെ പ്രധാന സൈനിക കേന്ദ്രമായ മുവാഫാഖ് സാൾട്ടി വ്യോമതാവളത്തിലാണ് ഏറ്റവും വ്യക്തമായ നാശനഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ അമേരിക്ക വിന്യസിച്ചിരുന്ന ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാർ ഭാഗത്താണ് ആക്രമണം നടന്നതെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ആഴ്ച ആദ്യമെടുത്ത ചിത്രങ്ങളിൽ റഡാർ ഇൻസ്റ്റാളേഷന്റെ സമീപത്ത് 2 വലിയ ഇംപാക്റ്റ് ഗർത്തങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഏകദേശം 13 അടി വീതിയുള്ള ഈ ഗർത്തങ്ങൾ ഒരേ സ്ഥലത്ത് ഒന്നിലധികം പ്രഹരങ്ങൾ നടന്നിരിക്കാമെന്ന സംശയമുയർത്തുന്നു. താഡ് സംവിധാനത്തിലെ റഡാർ ഭാഗം വരാനിരിക്കുന്ന മിസൈലുകൾ കണ്ടെത്തുന്നതിനും അവയെ തടയാനുപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള പ്രധാന ഘടകമാണ്. നിരവധി വലിയ ട്രെയിലറുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ ലക്ഷ്യമിട്ടാൽ അതിനൊന്നിലധികം ആക്രമണങ്ങൾ ആവശ്യമായേക്കാമെന്നതാണ് സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി പകുതിയോടെ ജോർദാനിലെ ഈ സൈനിക കേന്ദ്രത്തിൽ താഡ് ബാറ്ററി സ്ഥാപിച്ചിരുന്നുവെന്നും മാർച്ച് 1-നും മാർച്ച് 2-നും ഇടയിലാണ് ആക്രമണം നടന്നിരിക്കാമെന്നുമാണ്. ഈ വ്യോമതാവളം US സേനയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളിലൊന്നാണ്. ശത്രുതകൾ ആരംഭിക്കുന്നതിന് മുമ്പെടുത്ത ചിത്രങ്ങളിൽ ഇവിടെ 50-ലധികം യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഗതാഗത വിമാനങ്ങളും നിലയുറപ്പിച്ചിരുന്നതായി കാണപ്പെടുന്നു. കൂടാതെ കട്ടിയുള്ള സുരക്ഷാ ഷെൽട്ടറുകൾക്കുള്ളിൽ കൂടുതൽ വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കാമെന്ന സാധ്യതയും നിഷേധിക്കാനാവില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും സമാനമായ നാശനഷ്ടങ്ങളുടെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. CNN പരിശോധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം റുവൈസ്, സാദർ പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്ന നിലയിൽ കാണപ്പെടുന്നു. ഫെബ്രുവരി 28-നും മാർച്ച് 1-നുമിടയിലുണ്ടായ ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വിലയിരുത്തുന്നത്. ചില സ്ഥലങ്ങളിൽ കുറഞ്ഞത് 3 കെട്ടിടങ്ങളും മറ്റൊരിടത്ത് 4 കെട്ടിടങ്ങളും തകർന്നതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. താഡ് സംവിധാനവുമായി ബന്ധപ്പെട്ട മൊബൈൽ റഡാർ ഘടകങ്ങൾ സൂക്ഷിക്കാനുപയോഗിക്കുന്ന വാഹന ഷെഡുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളാണ് ഇതിലുൾപ്പെടുന്നത്. എന്നിരുന്നാലും ആക്രമണ സമയത്ത് റഡാർ ഉപകരണങ്ങൾ ഈ കെട്ടിടങ്ങൾക്കുള്ളിലുണ്ടായിരുന്നോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ചരിത്രപരമായ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പ്രദേശങ്ങളിൽ മുൻപ് താഡ് സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 2016-ലും 2018-ലും എടുത്ത ചിത്രങ്ങളിൽ റഡാർ ഘടകങ്ങൾ ഷെഡുകളുടെ പുറത്ത് സ്ഥാപിച്ച നിലയിൽ വ്യക്തമായി കാണപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്ന ഈ സൗകര്യങ്ങൾ അമേരിക്കൻ സേന നേരിട്ട് പ്രവർത്തിപ്പിക്കുന്നവയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഖത്തറിലും സമാനമായ സംഭവവികാസങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജെയിംസ് മാർട്ടിൻ സെന്റർ ഫോർ നോൺ പ്രോലിഫറേഷൻ സ്റ്റഡീസിലെ ഗവേഷകർ പരിശോധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ദഹാൽ പ്രദേശത്തെ ഒരു മുൻകൂട്ടി മുന്നറിയിപ്പ് റഡാർ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങളുടെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2026 മാർച്ച് 3-ന് പകർത്തിയ ചിത്രങ്ങൾ പരിശോധിച്ച ഗവേഷകർ ഈ അമേരിക്കൻ നിർമ്മിത റഡാർ സംവിധാനത്തിന്റെ ചില ഘടകങ്ങൾ കേടുപാടുകൾക്കിരയായിരിക്കാമെന്ന് വിലയിരുത്തുന്നു. ഈ റഡാർ സംവിധാനങ്ങൾ ദൂരങ്ങളിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള പ്രധാന സുരക്ഷാ ഘടകങ്ങളാണ്. എന്നാൽ മേഖലയിലെ നിർദ്ദിഷ്ട റഡാർ സംവിധാനങ്ങളുടെ നിലയെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ US പ്രതിരോധ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രവർത്തന സുരക്ഷാ കാരണങ്ങളാൽ ഇത്തരം സംവിധാനങ്ങളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കില്ല എന്ന് പെന്റഗൺ വക്താക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോർദാനും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അധികൃതരോട് പ്രതികരണം തേടിയെങ്കിലും ഇതുവരെ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെ ഗൾഫ് മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങളും വർദ്ധിച്ചുവരികയാണ്. UAEയിലെ നിരവധി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനം ഗണ്യമായി വർദ്ധിച്ചതായി നാട്ടുകാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞതനുസരിച്ച് രാജ്യത്തെ ഫ്രഞ്ച് സൈനിക സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിന് ഡസാൾട്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ
UAEയുടെ ആകാശത്ത് വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിമാനങ്ങൾ മിസൈലുകളെയോ ഡ്രോണുകളെയോ തടയുന്ന പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല. സംഘർഷത്തിന്റെ തുടക്കത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ വ്യാപകമായിരുന്നുവെങ്കിലും പിന്നീട് അതിന്റെ എണ്ണം കുറഞ്ഞുവെന്നാണ് UAE അധികൃതർ പറയുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം 137 മിസൈൽ വിക്ഷേപണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ പിന്നീടത് 7ആയി കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. സംഘർഷം ആരംഭിച്ചതിനു ശേഷം UAE 1072 ഡ്രോൺ ആക്രമണങ്ങളും 196 ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങളും നേരിട്ടിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഈ സംഭവവികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യം വൻതോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ സൂചനകളായി വിലയിരുത്തപ്പെടുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണായ റഡാർ കേന്ദ്രങ്ങളെ തന്നെ ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നത് യുദ്ധത്തിന്റെ ഭാവി കൂടുതൽ സങ്കീർണമാകാനിടയാകുമെന്ന ആശങ്കയാണ് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പായി ഉയർത്തുന്നത്. ഈ കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷി കുറയുകയും സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയും ഉയരുകയും ചെയ്യുമെന്ന് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു.